ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ചാനലിൽ നിന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോഴേ കൂടുതൽ ആളുകളിലേക്ക് ജോബ് വേക്കൻസികൾ എത്തുകയുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വരുന്ന 15-ാം തീയതി ഞാൻ പോവുകയാണ്. പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു 5-6 പേരുണ്ടാവും, 6 7 8 പേരുണ്ടാവും. ഓൾറെഡി ഞാൻ ടിക്കറ്റ് എടുത്തു. ഇനി വിസിറ്റിംഗ് വിസ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അവർ ആരൊക്കെയാണ് റെഡിയാകുന്നത്, അപ്പോൾ അവരെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വിസയിൽ പോകുന്ന 9 പേരുണ്ട്. 9 പേര് പോകുന്നത് 16-ാം തീയതിയാണ്. ഓൾറെഡി ഞാൻ അവിടെ ചെന്നതിന് ശേഷമായിരിക്കും അവർ വരിക. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുപോകാനും അവർക്കൊക്കെ ഓരോ ജോലി കണ്ടെത്തി കൊടുക്കാനും പറ്റുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഓരോ വ്യക്തികൾ രക്ഷപ്പെടുമ്പോൾ ആ വ്യക്തികളുടെ കുടുംബം കൂടിയാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ അതിൽ ചെറിയ രീതിയിലെങ്കിലും എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി 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 സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഇന്നും പതിവ് പോലെ തന്നെ ഒട്ടനവധി ജോബ് വേക്കൻസികൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ വീഡിയോയുടെ ആദ്യ ഭാഗം കൊടുത്തിട്ടുള്ള വേക്കൻസികളെല്ലാം കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്ന വേക്കൻസികളാണ്. അതേപോലെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്ന വേക്കൻസികളെല്ലാം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോ ജോബിന് വേണ്ടി നിങ്ങൾക്ക് സമീപിക്കാം. കൺസൾട്ടൻസിയെ സമീപിക്കാവുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ സമീപിക്കാം. അല്ലാത്തവർക്ക് അല്ലാത്ത നമുക്ക് വാട്സപ്പ് വഴി വന്നിട്ടുള്ള ജോബിന് വേണമെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. കൺസൾട്ടൻസി വഴി പോകുന്ന ജോബുകളാണെങ്കിൽ നമുക്കവിടെ നമ്മുടെ കൺസൾട്ടൻസി അവിടുത്തെ കൺസൾട്ടൻസിയോട് ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ നമുക്ക് 100% ജോബ് നമുക്ക് അവരുടെ ഉറപ്പ് പറയുന്നുണ്ട്. ഇപ്പോൾ പോകാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഒരാഴ്ചക്കുള്ളിലോ ഒക്കെ നിങ്ങളുടെ സൗകര്യം കൂടി നോക്കിയിട്ട് ജോബ് വേക്കൻസികൾ ഓൾറെഡി ഉണ്ട്. നമുക്ക് ആർക്കൊക്കെയാണ് എപ്പോഴാണ് സൗകര്യപ്പെടുന്നത് അതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കയറി പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണ്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും കൺസൾട്ടൻസിക്ക് തന്നെയാണ്. ജോബ് നിങ്ങൾക്ക് കണ്ടെത്തി തരേണ്ടതും നിങ്ങളുടെ അക്കോമഡേഷനും നിങ്ങളുടെ സാലറി കാര്യങ്ങളെല്ലാം ഉറപ്പാക്കുന്നതെല്ലാം നമ്മുടെ ഓഫീസ് വഴി തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നാളെയൊക്കെ കുറച്ച് തിരക്കാണ്. ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നാളെ ഇവിടെ നമ്മുടെ ഈ വടക്കൻ കേരള ഭാഗത്തൊക്കെ നാളെ വോട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ ഇനി വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഇന്നലെയും കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ അതായത് ഡെലിവറി ജോബ് അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ജോബുകളും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണെങ്കിൽ നമുക്കത് 100% ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾ പണം അടയ്ക്കുന്ന ആരൊക്കെയാണോ പണം അടയ്ക്കുന്നത് അവർക്കൊക്കെ വിസ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 100% നമ്മളത് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഉറപ്പ് പറയുന്നത്. നിങ്ങൾക്ക് ജോബ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെയാണോ പൈസ അടയ്ക്കുന്നത് അവർക്ക് 100% അത് കമ്പനി തന്നെ പറയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇടുന്നതൊന്നുമല്ല, അവർ തന്നെ അത് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്രത്തോളം വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ നമ്മുടെ ചാനൽ വഴി തന്നെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത്. ഒത്തിരി ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ പോയതിന് ശേഷം കുറച്ച് ഒട്ടനവധി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതാണ്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ നാളെ വോട്ടാണ്. ഇനി മറ്റന്നാൾ മാക്സിമം ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലുണ്ടാവുള്ളൂ. കാരണം ഇവിടുന്ന് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റെ കൂടെ പോരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കുന്നതുമാണ്. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അതേപോലെ തന്നെ വോട്ട് ചെയ്തിട്ട് കുറേ ആളുകളുണ്ടാവും. ബാക്കിയുള്ള എല്ലാവരും തന്നെ പോയിട്ട് നമ്മുടെ അവകാശമാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക. ഞാനും അതേപോലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി നാളെ നിൽക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ വരുന്ന 15-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് എന്ന് തോന്നുന്നു. ആ ടൈം അത്ര എനിക്ക് ഓർക്കുന്നില്ല. ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ ടിക്കറ്റ് കണ്ടുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു 6 പേർക്കാണ് എടുത്തിട്ടുള്ളത്. ഇനിയുണ്ട് ആളുകൾക്ക് വിസ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുപോയി അവിടെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അവിടുത്തെ കൺസൾട്ടൻസിയിലെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അവരൊക്കെ ജോബിൽ കയറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ തിരിച്ചു വരുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അവിടെ 1-2 പേര് 2-3 ഷോപ്പുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അവരെ കുറച്ച് ആൾക്കാർ കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കാനാണ്. ട്രെയിനിങ് അല്ല, എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്യണം. പിന്നെ എൻ്റെ കുറച്ച് നല്ലവരായ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി കാണണം. അവരൊക്കെ പോയി കണ്ട് അവരുടെയൊക്കെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അതേപോലെ നമ്മളിവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആളുകൾ ജോലിയിൽ കയറിയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. അവരെല്ലാവരും ഞാൻ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവരെയൊക്കെ കാണാനും അതൊക്കെ നിങ്ങളോട് ഞാൻ എന്തായാലും നിങ്ങൾ പങ്കിടുന്നതാണ്. ഉറപ്പായിട്ടും നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിപ്പോൾ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും എന്താണെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കും. ഓക്കെ,
എന്നാൽ ശരി, നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. അത് കാരണം പുതിയതായിട്ട് പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, അതേപോലെ ഇനി നമുക്ക് ഒട്ടനവധി ആളുകൾക്ക് ജോബ് കണ്ടെത്തി കൊടുക്കാനും വേണ്ടിയിട്ടും എല്ലാത്തിനും കൂടിയായിട്ട്. ഓക്കെ, അതേപോലെ എൻ്റെ പെങ്ങളുടെ കൊച്ചിന് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ്റുന്നിടത്തോളം ആളുകൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.